ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ? ഇപ്പോൾ അൻവർ ഫാക്ടറിയിൽ നിന്ന് എങ്ങനെ മറികടക്കാം എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. അൻവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അൻവർ ഉണ്ടാക്കുന്ന ആരോപണങ്ങളിൽ, ഈ അൻവർ ആരോപണങ്ങളാണ് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പിന്നെന്താണ് മലപ്പുറവുമായി ബന്ധപ്പെട്ട കാര്യം അൻവർ നേരത്തെ ഉന്നയിച്ച കാര്യമല്ലേ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞ പൂരം കലക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അജിത് കുമാറുമായി ബന്ധപ്പെട്ട കാര്യം, പോലീസുമായി ബന്ധപ്പെട്ട കാര്യം, ഇതൊക്കെ ആരാണ് പറഞ്ഞത്? ഇതൊക്കെ അൻവറും പറഞ്ഞു. ഞാൻ UDF പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നില്ല. UDFും അൻവറും പറഞ്ഞ കാര്യം തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ UDFിൻ്റെ ഭാഗമായി ഇവർക്ക് ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും ടെൻഷൻ അനുഭവിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഈ പറഞ്ഞ ഈ സ്വരാജുമായി വന്നു ഏത് സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് CPMൻ്റെ കയ്യിൽ നിന്നോ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നോ കോൺഗ്രസ്സിന് പേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഒരു പേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസ് ചെന്ന് അകപ്പെട്ടിരിക്കുന്ന ഒരു വലിയ സംവിധാനം, അതാണ് ഞാൻ പറഞ്ഞത്. ആ വലിയ പ്രശ്നം എന്ന് പറയുന്നത് എങ്ങനെ അൻവർ ഫാക്ടറിനെ മറികടക്കാം എന്നുള്ള നിലയ്ക്കാണ്. 10,000 വോട്ടായിരുന്നു, ഇപ്പോൾ 15,000 ആയി. ഇപ്പോൾ ലീഗ് നേതാക്കന്മാരുടെ ഉള്ളിലും കോൺഗ്രസ് നേതാക്കന്മാരുടെ ഉള്ളിലും ഒക്കെ എന്താണ് അവർ പറയുന്നത്? എത്ര വോട്ട് കിട്ടുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഇതാണ്, എത്ര വോട്ട് കിട്ടുമെന്ന് ഞങ്ങൾക്ക്, അത് എവിടെ നിന്ന് പോകുമെന്ന് ഞങ്ങൾക്കറിയില്ല. എന്താ കോൺഗ്രസ്സിൽ CPMൻ്റെ ഭാഗത്ത് നിന്ന് വോട്ട് പോകുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞതെന്നറിയോ? ഗോവിന്ദ മാഷ് പറഞ്ഞത് ഈ അൻവറിനെ കൊണ്ടുപോയി ചതിച്ച് കുഴിയിൽ ചാടിച്ചവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം, അത് ആർക്കല്ല, അത് പറഞ്ഞ് CPMനല്ല. അതുകൊണ്ടാണ് അവർ പറയുന്നുണ്ടല്ലോ എന്ന് വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട.